ഹലോ ഓൾ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് CSSൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കോൺസെപ്റ്റാണ് പൊസിഷനിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റാണ്. ഒരുപാട് സ്റ്റുഡൻസ് നമ്മളോട് ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് എടുക്കുന്നത്. കാരണം നമുക്ക് മെസ്സേജിലൂടെയും അല്ലാതെയൊക്കെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ഈ പൊസിഷനിങ്ങിൻ്റെ ക്ലാസ് എന്നാണ് വരുന്നതെന്ന്. അതിനൊരു കാരണമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൊസിഷനിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഫ്രഷേഴ്സിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ സംബന്ധിച്ച് ഇപ്പോഴും ചെറിയ രീതിയിൽ കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഈ ഒരു പൊസിഷനിങ് എന്ന് പറയുന്നത്. പൊസിഷനിങ് എപ്പോൾ കൊടുക്കണം, എവിടെ കൊടുക്കണം എന്നുള്ള രീതി ഇത് തന്നെ മനസ്സിലാക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് നല്ലൊരു ഡിസൈന് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതായത് ഈ പൊസിഷനിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ, നല്ല ഡീപ്പായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഡിസൈനും കാര്യങ്ങളും ഒക്കെ ഉള്ള കൺഫ്യൂഷനും അതുപോലെ വേറെ സ്റ്റൈൽസൊക്കെ കയറി വരുന്നതും, അതായത് നമ്മൾ എലമെൻസിനെ പൊസിഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പൊസിഷനിങ് യൂസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എലമെൻസിൻ്റെ ബോക്സ് മോഡലിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാഡിങ്, മാർജിൻ എന്ന് പറയുന്ന കോൺസെപ്റ്റൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് എങ്ങനെ എലമെൻസിനെ നമുക്ക് പൊസിഷൻ ചെയ്യാം, അങ്ങനെ പൊസിഷനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പൊസിഷൻ എന്ന് പറയുന്ന ഈ ഒരു പ്രോപ്പർട്ടി പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് എലമെൻസിനെ കറക്റ്റായിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് കസ്റ്റമൈസ് ചെയ്ത് പൊസിഷൻ ചെയ്യാനും ഒക്കെ പറ്റും. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനായിട്ട് നമുക്കിവിടെ ഒരു index.html എന്ന് പറയുന്ന ഒരു ഫയൽ ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ടെംപ്ലേറ്റ് കോഡ് എടുക്കാം. ടെംപ്ലേറ്റ് കോഡ് എടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലൂടെ സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് എൻ്റെ ബോഡിക്കുള്ളിൽ ഞാനൊരു H1 അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എലമെൻറ്റ് ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. നമുക്കൊരു div ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഞാനൊരു div ഓപ്പൺ ചെയ്തു. ഇതിനുള്ളിലേക്ക് ഞാനൊരു H1 ക്രിയേറ്റ് ചെയ്തു. H1-നുള്ളിൽ ജസ്റ്റ് ഒരു ഡെമി ഡാറ്റ എന്തെങ്കിലും കൊടുക്കാം. ദിസ് ഫ്രീ കോഴ്സ് ഈസ് offered by സൈറ. ഓക്കെ, ജസ്റ്റ് ഒരു ഹെഡിങ്, ജസ്റ്റ് നമുക്കിവിടെ ലൈവ് സെർവർ റണ്ണിങ് ആണ്. ജസ്റ്റ് റീലോഡ് ചെയ്താൽ അതിൻ്റെ ഔട്ട്പുട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ ഞാനൊരു പി ടാഗ് ഓപ്പൺ ചെയ്യുന്നു. നമ്മളെപ്പോഴും ആസ് യൂഷ്വൽ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഞാൻ ലോറം എക്സാം ലോറം എന്ന് കൊടുത്ത് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള ആ ഒരു എക്സാമ്പിൾ, നമുക്കൊരു ഡെമ്മി ഡാറ്റ ഇവിടെ കിട്ടും. അതായത് പാരഗ്രാഫിന് വേണ്ടിയിട്ടുള്ള ഡെമ്മി ഡാറ്റ ഇവിടെ കിട്ടും. നമുക്ക് ഡെമ്മി ഡാറ്റ എടുത്തതിന് ശേഷം ഞാനിവിടെ ജസ്റ്റ് എനിക്ക് കുറച്ച് കൂടുതൽ ഏരിയ വേണം, അതായത് കുറച്ച് കൂടുതൽ കോണ്ടന്റ് എനിക്ക് ഈ ഒരു വെബ്സൈറ്റിൽ വേണം. കാരണം നമ്മൾ ഈ പൊസിഷൻ പഠിക്കുന്ന സമയത്ത് സ്ക്രോള് ചെയ്യുന്ന കോൺസെപ്റ്റുകളൊക്കെ നമ്മൾ വരുന്നുണ്ട്. അത് സ്റ്റിക്കി അതുപോലെ തന്നെ ഫിക്സ്ഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റൊക്കെ വരുന്ന സമയത്ത് നമ്മൾ സ്ക്രോളിങ് അവിടെ വരുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് എനിക്ക് കുറച്ച് കൂടുതൽ കോണ്ടന്റ് ആവശ്യമാണ്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇതൊന്ന് കോപ്പി ചെയ്ത് താഴേക്ക് ഇങ്ങനെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. കുറേ പ്രാവശ്യം ഇങ്ങനെ പേസ്റ്റ് ചെയ്ത് ഓക്കെ, കൺട്രോളസ്. അപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ സ്ക്രോൾ ചെയ്യുന്ന ഒരു ഇതിലേക്ക്, ആ ഒരു ലെവലിലേക്ക് നമ്മളുടെ കോണ്ടന്റ് എത്തിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്നുമില്ല, എനിക്ക് ആ സ്ക്രോളിങ് അവിടെ വേണമായിരുന്നു. അതിനായിട്ട് വേണ്ടി മാത്രമായിട്ട് അത് ആ ഒരു പി ടാഗ് ഞാൻ കോപ്പി ചെയ്ത് കുറേ പ്രാവശ്യം കൊടുത്തു. ജസ്റ്റ് നിങ്ങൾക്ക് ആ എക്സാമ്പിൾ മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രമാണ് നമ്മളിങ്ങനെ ചെയ്തത്. അപ്പോൾ നമ്മൾ ഒരു H1 ടാഗും അതുപോലെ പി ടാഗും സെറ്റ് ചെയ്തു. ഞാൻ ഈ ഡിവിന് ഒരു ക്ലാസ് കൊടുക്കുകയാണ്, കണ്ടെയ്നർ എന്ന് പേര് കൊടുക്കുകയാണ്. സാധാരണ രീതിയിൽ നമ്മൾ ഡെവലപ്പേഴ്സൊക്കെ ഔട്ടർ ഡിവിന്, അതായത് പേരൻ്റ് ഡിവിന് നമ്മൾ ക്ലാസ് കൊടുക്കുന്ന സമയത്തിൽ കണ്ടെയ്നർ എന്ന് കൊടുക്കാറുണ്ട്. ഇതൊരു കോമൺ പ്രാക്ടീസ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം, എനിക്ക് പ്രശ്നമൊന്നുമില്ല. നിങ്ങളിപ്പം എക്സാമ്പിൾ ചെയ്ത് പഠിക്കുവാണല്ലോ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്ലാസ്സിൻ്റെ നെയിമൊക്കെ കൊടുക്കാം. ഞാനിവിടെ ഈ ഒരു H1-ന് ക്ലാസ് എന്ന് പറയുന്നത് ഹെഡിങ് എന്ന് തന്നെ കൊടുക്കാം, ഹെഡിങ്. അതുപോലെ തന്നെ പാരഗ്രാഫിന് ജസ്റ്റ് ഒരു ക്ലാസ് നെയിം കൊടുക്കുകയാണ്, ക്ലാസ് നെയിം ക്ലാസ് പാര. അപ്പോൾ എല്ലാത്തിനും ഞാൻ ഈ ഒരു അതായത് ഈ ഒരു ഡിവിനും H1-നും അതുപോലെ പി ടാഗിനും ഞാൻ ക്ലാസ്സിൻ്റെ നെയിമും കാര്യങ്ങളൊക്കെ കൊടുത്തു. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി ഈ ഒരു ഹെഡിങ്ങിന് ഞാൻ ഫസ്റ്റ് പൊസിഷൻ പ്രോപ്പർട്ടി കൊടുക്കാൻ പോവാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത പോലെ തന്നെ നമ്മൾ സ്റ്റൈൽ ടാഗ് യൂസ് ചെയ്ത് ഇൻറ്റേർണൽ CSS ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ ഡോട്ട് ഹെഡിങ് കോൾ ചെയ്തു. ഹെഡിങ് എന്ന് പറയുന്ന ക്ലാസ്സിന് ഞാൻ കോൾ ചെയ്തതിന് ശേഷം ഞാൻ ക്ലാസ് സെലക്ടറാണ് യൂസ് ചെയ്യുന്നത്. ഹെഡിങ് എന്ന് പറയുന്ന ആ ഒരു ക്ലാസ്സിനെ കോൾ ചെയ്തതിന് ശേഷം ഇതിനുള്ളിൽ ഞാൻ സ്റ്റൈലിംഗ് കൊടുക്കാൻ പോവാണ്. പൊസിഷൻ പ്രോപ്പർട്ടിയാണ് കൊടുക്കുന്നത്. പൊസിഷൻ പ്രോപ്പർട്ടിക്കകത്ത് ഫസ്റ്റ് സ്റ്റാറ്റിക് ആണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ സ്റ്റാറ്റിക് കൊടുത്തിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വലിയ ഡിഫറൻസ് ഒന്നും നിങ്ങൾക്ക് കാണുന്നില്ല അല്ലേ. അപ്പം ഞാൻ കറൻ്റ്ലി ഈ ഒരു H1 ടാഗിനാണ് നമ്മൾ കറൻ്റ്ലി സ്റ്റൈൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ബാക്ക്ഗ്രൗണ്ട് കൂടെ കൊടുക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അത് തന്നെയാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു H1 ടാഗിന് ഞാനൊരു ബാക്ക്ഗ്രൗണ്ട് കൊടുത്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം നിങ്ങൾ ചെയ്യുന്ന സമയത്ത്. ഞാൻ റെഡാണ് കൊടുത്തത്. ഓക്കെ,
അപ്പം നമ്മൾ ഇതിന് കളർ കൊടുത്തു ജസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്. പൊസിഷൻ സ്റ്റാറ്റിക് കൊടുത്ത സമയത്ത് വലിയ ഡിഫറൻസ് ഒന്നും വന്നില്ല അല്ലേ. അപ്പോൾ ഈ പൊസിഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി വർക്ക് ചെയ്യണമെങ്കിൽ അവിടെ നമ്മൾ രണ്ട് കാര്യങ്ങൾ കൊടുക്കണം. ടോപ്പ് ആൻഡ് ബോട്ടം എന്ന് പറയുന്ന കാര്യങ്ങൾ, അതായത് ടോപ്പിൽ നിന്ന് ഇത്ര പിക്സൽ മാറി നിൽക്കണം അല്ലെങ്കിൽ ബോട്ടത്തിൽ നിന്ന് ഇത്ര പിക്സൽ മാറി നിൽക്കണം എന്ന് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. സെയിം ആസ് മാർജിൻ്റെ സെയിം അല്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ടോപ്പ് ബോട്ടം എന്ന് പറയുമ്പോൾ നമുക്ക് പൊസിഷൻ ചെയ്ത്, അതായത് നമ്മുടെ എലമെൻസിനെ അലൈൻ ചെയ്ത് വെക്കാനായിട്ട് നമുക്ക് ടോപ്പ് ബോട്ടം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടോപ്പ് അല്ലെങ്കിൽ ബോട്ടം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ ടോപ്പ് എന്ന് പറയുന്ന പ്രോപ്പർട്ടിക്കകത്ത് നമ്മളൊരു 20 പിക്സൽ 30 പിക്സൽ കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് അത് മാറണം. അതായത് ടോപ്പിൽ നിന്ന് 30 പിക്സൽ താഴേക്ക് മാറണം. ആ രീതിയിലാണ് വർക്ക് ചെയ്യേണ്ടത്. പക്ഷേ ഞാനിവിടെ ഈ ഒരു ടോപ്പ് കൊടുത്തിട്ട് അവിടെ വലിയ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. അതിൻ്റെ കാരണം എന്തായിരിക്കും? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാറ്റിക് എന്ന് പറയുന്നത് ബൈ ഡീഫോൾട്ട് ആണ്. അതായത് പൊസിഷൻസ് നിങ്ങൾ HTML അല്ലെ CSS യൂസ് ചെയ്ത് HTML യൂസ് ചെയ്ത് ഒരു എലമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ എലമെൻസിനെല്ലാം ബൈ ഡീഫോൾട്ടായിട്ട് അതിൻ്റെ പൊസിഷൻ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ആയിരിക്കും. അതുകൊണ്ടാണ് സ്റ്റാറ്റിക് കൊടുത്തിട്ട് ഞാൻ ഈ ടോപ്പ് കൊടുത്തിട്ടും വലിയ വ്യത്യാസങ്ങളൊന്നും വരാത്തത്. സ്റ്റാറ്റിക്കിൽ നമ്മൾ ടോപ്പ് ബോട്ടം പറഞ്ഞു കൊടുത്തിട്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല, അത് അവിടെ അഫക്റ്റ് ചെയ്യില്ല. ഞാൻ 30 പിക്സൽ കൊടുത്തു കഴിഞ്ഞാൽ 30 പിക്സൽ ടോപ്പിൽ നിന്നോ ബോട്ടത്തിൽ നിന്നോ മാറി നിൽക്കേണ്ടതാണ്. പക്ഷേ അതവിടെ അഫക്റ്റ് ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ സ്റ്റാറ്റിക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ബോട്ടം എടുത്ത് കളയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പ്രോപ്പർട്ടി പഠിച്ചു, സ്റ്റാറ്റിക് എന്ന് പറയുന്ന പ്രോപ്പർട്ടി. സ്റ്റാറ്റിക് എന്ന് പറയുന്ന പൊസിഷൻ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ബൈ ഡീഫോൾട്ടായിട്ട് എല്ലാ എലമെൻസിനും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതിൽ നമ്മൾ ടോപ്പ് ബോട്ടം എത്ര പിക്സൽ കൊടുത്താലും അത് വലിയ എഫക്റ്റ് ഒന്നും ഇവിടെ കാണിച്ച് തരത്തില്ല. നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് റിലേറ്റീവ് എന്ന് പറയുന്ന പൊസിഷൻ. നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഞാനിവിടെ റിലേറ്റീവ് കൊടുക്കുമ്പം അവിടെ വ്യത്യാസം വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. റിലേറ്റീവ് സേവ് ചെയ്ത സമയത്ത് കണ്ടില്ലേ, ആ റിലേറ്റീവ് കൊടുത്തപ്പം ആ ഒരു ദിസ് ഫ്രീ കോഴ്സ് ഈസ് ഓഫേർഡ് ബൈ സൈറ എന്ന് പറയുന്ന ആ ഒരു ഹെഡിങ് ജസ്റ്റ് താഴേക്ക് മാറി അല്ലേ. 30 പിക്സലാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അതായത് ടോപ്പിൽ നിന്ന് 30 പിക്സൽ താഴേക്ക് മാറി. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മൾ ആ ഒരു ഹെഡിങ് കൊടുത്ത ഒരു സ്പേസിനെ അത് ലീവ് ചെയ്തിട്ടാണ് താഴേക്ക് മാറിയത്. അതായത് ഞാനിവിടെ ഒരു 100 പിക്സൽ കൊടുത്തു കഴിഞ്ഞാൽ അപ്പം എന്താ സംഭവിക്കുന്നത്? ആ 100 പിക്സൽ മുകളിൽ നിന്ന് അത് മാറി. എന്നിട്ട് ദിസ് കോഴ്സ് ഈസ് ഓഫേർഡ് ബൈ സൈറ എന്ന് പറയുന്ന ആ ഒരു H1 ടാഗ് H1 നിന്നിരുന്ന H1 അല്ലാതെ ഹെഡിങ് നിന്നിരുന്ന ആ ഒരു സ്പേസിനെ അവിടെ ലീവ് ചെയ്തിട്ടാണ് ആ ഒരു എലമെൻറ്റ് മാത്രമായിട്ട് താഴേക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന 100 പിക്സൽ എന്ന് പറയുന്ന ആ ഒരു റേഞ്ചിലേക്ക് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ 200 പിക്സൽ കൊടുത്താലോ അതനുസരിച്ച് താഴേക്ക് മാറും. കാരണം ടോപ്പിൽ നിന്ന് 200 പിക്സൽ താഴേക്ക് നിൽക്കണം എന്നാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അത് റിലേറ്റീവായിട്ടാണ് പൊസിഷൻ കൊടുത്തിരിക്കുന്നത്. അതായത് ടോപ്പ് ബോട്ടം വർക്ക് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ ബോട്ടം ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഞാനിവിടെ ടോപ്പിന് പകരം ബോട്ടം കൊടുത്തു. ബോട്ടം ഒരു 20 പിക്സൽ കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ബോട്ടം, അതായത് ഏറ്റവും താഴെ നിന്ന് 20 പിക്സലാണ് മുകളിലേക്ക് കയറി നിൽക്കുന്നത്. അപ്പോൾ ബോട്ടത്തിൽ നിന്ന് 20 പിക്സലാണ്, അതായത് ഇത് നിൽക്കേണ്ട ഏരിയയിൽ നിന്ന് 20 പിക്സൽ മുകളിലേക്ക് അത് സെറ്റായി വന്നു. ഇപ്പോൾ ഞാനിവിടെ 30 പിക്സൽ കൊടുത്തു കഴിഞ്ഞാൽ അത് 30 പിക്സൽ പിന്നെ ഒന്നുകൂടെ മുകളിലേക്ക് പോകുന്നത് കണ്ടോ. അതായത് എവിടെയാണോ അത് നിന്നത് അവിടെ നിന്നും അത് നമ്മൾ കൊടുക്കുന്ന, അതായത് ആ ഒരു ഇപ്പം നമ്മൾ ഈ ഒരു പൊസിഷനും കാര്യങ്ങളും ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നെങ്കിൽ അത് ഈ ഒരു ഏരിയ നിന്നേനെ അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു പൊസിഷനും കാര്യങ്ങളും കൊടുത്തതിന് ശേഷം ബോട്ടം എന്ന് പറയുന്ന പ്രോപ്പർട്ടി കൊടുക്കുമ്പം അത് കണ്ടില്ലേ, നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഒരു സൈസിനനുസരിച്ച് മുകളിലേക്കും താഴേക്കും ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. 10 പിക്സൽ കൊടുത്തു കഴിഞ്ഞാൽ അതനുസരിച്ച് മാറി. ഞാനിവിടെ ഒരു 100 പിക്സൽ കൊടുത്തു കഴിഞ്ഞാലോ ആ സാധനം അവിടെ നിന്ന് പോയി. നമുക്ക് സ്ക്രോൾ ചെയ്താലും കിട്ടത്തില്ല, കാരണം അത് മുകളിലേക്ക് കയറിപ്പോയി, നമ്മുടെ വ്യൂ പോർട്ടിൽ നിന്ന് അത് പോയി. ഓക്കെ, വ്യൂ പോർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് നമ്മൾ ഈ കാണുന്ന ഈ ഒരു ടാബ് അല്ലെങ്കിൽ ഈ ഒരു ബ്രൗസറിൻ്റെ ഈ ഒരു ടാബാണ് അതിൻ്റെ വ്യൂ പോർട്ട്. അപ്പോൾ ആ വ്യൂ പോർട്ടിൽ നിന്ന് സാധനം പോയിട്ടുണ്ട്, നമുക്ക് പഴയ പോലെ തിരിച്ചു കൊണ്ടുവരാം. ഓക്കെ, ഇതുപോലെ തന്നെ ലെഫ്റ്റും റൈറ്റും ഒക്കെ ഉണ്ട് കേട്ടോ. ടോപ്പും ബോട്ടും മാത്രമല്ല, ലെഫ്റ്റ് ഇപ്പോൾ ഞാനൊരു 10 പിക്സൽ കൊടുത്തു കഴിഞ്ഞാൽ ലെഫ്റ്റിലേക്ക് 10 പിക്സൽ മാറി നിൽക്കും. അതായത് ഇപ്പോൾ ഞാൻ 10 പിക്സൽ കൊടുത്ത വലിയ ഡിഫറൻസ് അവിടെ കാണുന്നില്ല, ജസ്റ്റ് ഒരു ചെറിയ ഗ്യാപ്പ് മാത്രമേ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുള്ളൂ. എന്നാൽ ഞാനിവിടെ ഒരു 100 പിക്സൽ കൊടുത്താലോ കണ്ടില്ലേ, അത് 100 പിക്സൽ സൈഡിലേക്ക് മാറിയിട്ടുണ്ട് ഇവിടെ നിന്ന്, അതായത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് 100 പിക്സൽ. ഇതേപോലെ റൈറ്റ് പ്രോപ്പർട്ടി ഒക്കെ ഉണ്ട്. നിങ്ങൾ ചെയ്ത് പഠിക്കുന്ന സമയത്ത് അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. നമുക്കിപ്പോൾ പഴയ പോലെ തന്നെ ടോപ്പ് തന്നെ കൊടുക്കാം, കാരണം അത് ഇച്ചിലൂടെ മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. ഞാൻ ടോപ്പ് കൊടുക്കുന്ന സമയത്ത് ഞാൻ 40 പിക്സൽ കൊടുക്കാം, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി. ഇപ്പോൾ ടോപ്പിൽ നിന്ന് ഒരു 40 പിക്സൽ താഴേക്ക് ഇത് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിനാണ് നമ്മൾ ടോപ്പ് എന്ന് പറയുന്ന ആ ഒരു ഇത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ റിലേറ്റീവ് എന്ന് പറയുന്ന പൊസിഷൻ പഠിച്ചു. ഞാൻ ടോപ്പ് ഒരു 40 പിക്സൽ കൊടുത്ത സമയത്ത് അത് 40 പിക്സൽ താഴേക്ക് വന്നു. അപ്പോൾ ഞാനിവിടെ റിലേറ്റീവ് കൊടുത്തു. അതുപോലെ തന്നെ ഈ ഒരു പാരഗ്രാഫിനും ഞാനൊരു സ്റ്റൈലിംഗ് കൊടുത്തു നോക്കാം. അതായത് ഈ ഒരു ഹെഡിങ് ടാഗിന് മാത്രമാണല്ലോ ഞാൻ ഇതുവരെ കൊടുത്ത സ്റ്റൈലിംഗ്. ഇപ്പോൾ നമുക്കിനി ഒരു പാരഗ്രാഫ് ടാഗിനൂടെ നമുക്ക് ഡോട്ട് പാര എന്ന് പറയുന്ന ക്ലാസ്സിനെ വിളിച്ചതിന് ശേഷം പാരയ്ക്ക് നമുക്ക് സ്റ്റൈൽ കൊടുത്തു നോക്കാം. പൊസിഷൻ റിലേറ്റീവ് കൊടുക്കാം, റിലേറ്റീവ് സേവ് ചെയ്യാം. ഇപ്പോൾ റിലേറ്റീവ് ചെയ്ത സമയത്ത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും എന്താ സംഭവിച്ചത്.
പാര എന്ന് പറയുന്ന ഈ ഒരു ഇതിന് നമ്മൾ റിലേറ്റീവ് കൊടുത്തു. റിലേറ്റീവ് കൊടുത്തതിന് ശേഷം ഞാനവിടെ ഒരു ടോപ്പ് ബോട്ടം കൊടുത്ത് നോക്കാം. ഓക്കെ, ടോപ്പ് ഒരു 500 പിക്സൽ കൊടുത്താലോ? ജസ്റ്റ് ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കാം കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് കണ്ടില്ലേ. അതായത് ഇത് നിൽക്കേണ്ട പൊസിഷനിൽ നിന്ന് 500 പിക്സൽ താഴേക്ക് ഇത് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് ഈ ഒരു പൊസിഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇവിടെ നിങ്ങൾ പൊസിഷൻ കൊടുത്ത സമയത്ത് ഒരു സംഭവം ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ ഇച്ചിരി കൂടി ഈ ഒരു പിക്സൽ ഒന്നുകൂടെ കൂട്ടി നോക്കാം. ഈ ഒരു ടോപ്പ് കൊടുത്ത സമയത്ത് മീൻസ് ടോപ്പ് 100 പിക്സൽ കൊടുത്ത സമയത്ത് നമുക്കറിയാം നമ്മളുടെ ആ ഒരു ഹെഡിങ് എന്ന് പറയുന്നത് നേരെ താഴേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഈ താഴേക്ക് വന്ന സമയത്ത് ഈ പുറകിലുള്ള അതായത് ഈ തൊട്ട് താഴെയുള്ള ഈ ഒരു പാരഗ്രാഫ് ടാഗിനെ അത് സ്റ്റാക്ക് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് പാരഗ്രാഫ് ടാഗിൻ്റെ മുകളിൽ ഓവർലാപ്പ് ചെയ്തിട്ടാണ് ആ ഡേറ്റ വന്നിരിക്കുന്നത്. അത് മീൻസ് ആ ഒരു ഹെഡിങ് വന്നിരിക്കുന്നത്. ഇതിനൊരു കാരണമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാണോ നമ്മൾ പൊസിഷൻ റിലേറ്റീവ് കൊടുക്കുന്നത് അപ്പോൾ ഒരു പുതിയ പ്രോപ്പർട്ടിയും കൂടെ അവിടെ അൺലോക്ക് ആവുകയാണ്. അതായത് സി ഇൻഡെക്സ് അല്ലെങ്കിൽ ഇസഡ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൂടെ അവിടെ അൺലോക്ക് ആവുകയാണ്. അതായത് പൊസിഷൻ റിലേറ്റീവ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് സി ഇൻഡെക്സ് അല്ലെങ്കിൽ ഇസഡ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയും കൂടെ അവിടെ നമുക്ക് അൺലോക്ക് ആയി കിട്ടുന്നുണ്ട്. അത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ ഇപ്പം ഈ ഒരു ഏരിയയിൽ സി ഇൻഡെക്സ് എന്നാണ് കൊടുക്കുന്നത്, ഇൻഹെറിറ്റ് അല്ല കൊടുക്കേണ്ടത്. ഞാനൊരു 2 കൊടുക്കുകയാണ് വാല്യൂ. ഞാനത് ചെയ്തതിന് ശേഷം പറഞ്ഞുതരാം. ഇപ്പോൾ സി ഇൻഡെക്സ് 2 കൊടുത്ത സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും ഈ ഒരു ദിസ് ഫ്രീ കോഴ്സ് ഈസ് ഓഫേർഡ് ബൈ സൈറ എന്ന് പറയുന്ന ആ ഒരു ഹെഡിങ് നേരെ മുകളിലേക്ക് വന്നല്ലേ. അതായത് സി ഇൻഡെക്സ് കൂടുതലുള്ള സാധനമായിരിക്കും നമ്മളുടെ പേജിൽ ഏറ്റവും മുമ്പിലേക്ക് വരുന്നത്. അതായത് നമുക്ക് സ്റ്റാക്ക് ചെയ്ത് എലമെൻസിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സി ഇൻഡെക്സ് യൂസ് ചെയ്യാം. അതായത് ഇപ്പോൾ ഈ പുറകിലുള്ള മീൻസ് ഇപ്പം നമ്മൾ വ്യൂ ചെയ്യുന്ന സമയത്ത് ഇതിന് പുറകിലായിട്ടാണ് കാണുന്നത് അല്ലേ. അതായത് ഈ ഒരു പാരഗ്രാഫിനെ നിങ്ങൾക്ക് പുറകിലായിട്ടാണ് കാണുന്നത്. അതിൻ്റെ കാരണം നമ്മൾ സി ഇൻഡെക്സ് കൊടുത്തുകൊണ്ടാണ്. സി ഇൻഡെക്സ് ഏതിനാണ് കൊടുത്തത്? ഹെഡിങ്ങിനാണ് സി ഇൻഡെക്സ് കൊടുത്തത്. അപ്പോൾ സി ഇൻഡെക്സ് കൂടുതലുള്ള സാധനം ഏറ്റവും ടോപ്പിലായിട്ട് ലെയറിൻ്റെ, അതായത് ഈ ഒരു വ്യൂ പോർട്ടിൻ്റെ ലെയറിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് വന്ന് ഇങ്ങനെ നിൽക്കും. ബാക്കിയുള്ളതെല്ലാം അതിൻ്റെ പുറകിലായിട്ട് പോകും. അപ്പോൾ ഞാൻ ഇതിന് സി ഇൻഡെക്സ് കൊടുത്താലോ? ഈ പാര എന്ന് പറയുന്ന ഈ ഒരു ഫസ്റ്റ് ഈ ഒരു മീൻസ് പാരഗ്രാഫിന് ഞാൻ സി ഇൻഡെക്സ് കൊടുത്തു നോക്കാം. സി ഇൻഡെക്സ് ഞാൻ 3 കൊടുത്തു നോക്കാം. അപ്പോൾ എന്താ സംഭവിച്ചത് കണ്ടില്ലേ? ആ ഒരു എലമെൻറ്റ് മുകളിലേക്ക് വന്നു. അതായത് സി ഇൻഡെക്സ് കൂടുതലുള്ള സാധനമായിരിക്കും ഏറ്റവും ടോപ്പിൽ നിൽക്കുക. അതായത് ഒരു എലമെൻറ്റിൻ്റെ മുകളിലേക്ക് ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിലേക്ക് അത് വരും. അത് സ്റ്റാക്ക് ചെയ്ത് നമുക്ക് ഡിഫറൻറ്റ് എലമെൻറ്റ്സ് ഒന്നിന് പുറകിൽ ഒന്നായിട്ട് നമുക്ക് അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്യാൻ പറ്റും സി ഇൻഡെക്സ് വാല്യൂസ് കൊടുക്കുന്നതനുസരിച്ച്. അപ്പോൾ ഈ സി ഇൻഡെക്സ് ഇവിടെ 1 കൊടുത്തു കഴിഞ്ഞാൽ പഴയ പോലെ ആകും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2വിനെക്കാട്ടിലും ചെറുതാണ് സി ഇൻഡെക്സ് 1 എന്ന് പറയുന്നത്. പാരഗ്രാഫിൻ്റെ സി ഇൻഡെക്സ് നമ്മൾ ഫസ്റ്റ് പാരഗ്രാഫിൻ്റെ സി ഇൻഡെക്സ് നമ്മൾ 1 ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അത് പുറകിലേക്ക് പോയി സി ഇൻഡെക്സ് കൂടുതലുള്ള ഈ ഒരു H1 എന്ന് പറയുന്നത് മുമ്പിലേക്ക് അഡ്ജസ്റ്റ് ആയി വന്നു. അപ്പോൾ ഇങ്ങനെ റിലേറ്റീവ് എന്ന് പറയുന്ന ഈ ഒരു പ്രോപ്പർട്ടി കൊടുക്കുമ്പം സി ഇൻഡെക്സ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ കൂടെ അൺലോക്ക് ആയി കിട്ടും. നമുക്ക് സി ഇൻഡെക്സ് കൊടുക്കാൻ പറ്റും. ഒരു കാരണവശാലും പൊസിഷൻ റിലേറ്റീവ് ഇല്ലാതെ നമുക്ക് സി ഇൻഡെക്സ് കൊടുക്കാൻ പറ്റില്ല. അത് വർക്ക് ചെയ്യില്ല. ഒന്ന് നോക്കാം, അത് വർക്ക് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ സി ഇൻഡെക്സ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി നമ്മൾ സെറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത്, അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റാറ്റിക് പഠിച്ചു, റിലേറ്റീവ് പഠിച്ചു. നെക്സ്റ്റ് എന്ന് പറയുന്നത് റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു റിലേറ്റീവ് നമ്മൾ ടോപ്പ് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ഒരു എലമെൻറ്റിന് നമുക്ക് ടോപ്പ് ബോട്ടം ഒക്കെ കൊടുത്ത് നമുക്ക് പൊസിഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് റിലേറ്റീവ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. സ്റ്റാറ്റിക് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വലിയ മാറ്റങ്ങളൊന്നും വരത്തില്ല. ബൈ ഡീഫോൾട്ടായിട്ട് എല്ലാ എലമെൻറ്റ്സും സ്റ്റാറ്റിക് ആയിരിക്കും. അതിൽ ടോപ്പ് 100 പിക്സലോ 1000 പിക്സലോ എത്ര കൊടുത്താലും അവിടെ ഒരു രീതിയിലുള്ള മാറ്റങ്ങളും നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റത്തില്ല. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് അബ്സല്യൂട്ട് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. പൊസിഷൻ അബ്സല്യൂട്ട് എന്ന് പറയുന്ന പ്രോപ്പർട്ടി നമുക്കത് കൊടുത്തു നോക്കാം. ഞാൻ ഈ ഹെഡിങ്ങിന് പൊസിഷൻ അബ്സല്യൂട്ട് കൊടുക്കാം. റിലേറ്റീവ് മാറ്റിയതിന് ശേഷം അബ്സല്യൂട്ട് എന്ന് പറയുന്ന പ്രോപ്പർട്ടി കൊടുത്തു നോക്കാം. അബ്സല്യൂട്ട് കൊടുത്തപ്പോഴും അവിടെ ഒരു സംഭവം ഉണ്ടായി, നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ഞാൻ ഈ ടോപ്പ് കൊടുത്തിട്ടില്ല, അബ്സല്യൂട്ട് കൊടുക്കുമ്പോൾ ഞാൻ ടോപ്പ് കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് ടോപ്പ് എന്ന് പറയുന്ന വാല്യൂ കൊടുക്കാം. ടോപ്പ് കൊടുത്തതിന് ശേഷം ഒരു 20 പിക്സൽ കൊടുത്തു നോക്കാം. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് നോക്കിക്കഴിഞ്ഞാൽ 20 പിക്സൽ വിട്ടതിന് ശേഷം ആ ഒരു എലമെൻറ്റ് താഴേക്ക് വന്നു അല്ലേ. അതായത് ആ ഒരു ഹെഡിങ് ദിസ് ഫ്രീ കോഴ്സ് ഈസ് ഓഫേർഡ് ബൈ, ആ ഹെഡിങ് നേരെ താഴേക്ക് വന്നത് 20 പിക്സൽ. ഇപ്പോൾ ഞാനിവിടെ 200 പിക്സൽ കൊടുത്താലോ? 200 പിക്സൽ കൊടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി 200 പിക്സൽ വിട്ടിട്ട് ആ ഒരു എലമെൻറ്റ് താഴേക്ക് വരുന്നു. അപ്പോൾ നിങ്ങൾ ആലോചിക്കും ഈ അബ്സല്യൂട്ടും റിലേറ്റീവും തമ്മിൽ എന്ത് ഡിഫറൻസ് ആണ് അവിടെ ഉണ്ടായെന്നല്ലേ. ഡെഫിനറ്റ്ലി ആ ഡൗട്ട് തോന്നാം. എനിക്കും ഫസ്റ്റ് പഠിക്കുന്ന സമയത്ത് ആ ഒരു ഡൗട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു, ഇത് രണ്ടും സെയിം അല്ലേ എന്നുള്ളത്. പക്ഷേ അല്ല, അങ്ങനെയല്ല. നിങ്ങളൊരു കാര്യം ചിലരൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ചിലർക്കൊക്കെ ഇത് അറിയായിരിക്കും. ഇവിടെ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ദിസ് ഫ്രീ കോഴ്സ് ഈസ് ഓഫേർഡ് ബൈ സൈറ എന്ന് പറയുന്ന ആ ഒരു ഹെഡിങ്
അവിടെ നിന്ന് നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഒരു ടോപ്പ് 200 പിക്സൽ താഴേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ അവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആ ഒരു ഫ്രീ സ്പേസിന് അവിടെ കൊടുത്തിട്ടില്ല. അതായത് ആ ഒരു ഹെഡിങ് നേരത്തെ മുമ്പ് കിടന്നിരുന്ന ആ ഒരു ഫ്രീ സ്പേസിന് അവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ല. ആ ഫ്രീ സ്പേസിന് അത് കളഞ്ഞു. വിച്ച് മീൻസ് ഇപ്പം നമ്മൾ ഈ പൊസിഷൻ അബ്സല്യൂട്ട് കൊടുത്ത സാധനം നമ്മളുടെ ഡോക്യുമെൻറ്റ് ഫ്ലോയിൽ നിന്ന് കംപ്ലീറ്റ്ലി എടുത്ത് മാറ്റി. അതായത് ഇതൊരു പുതിയ ഒരു വേൾഡ് എന്ന് തന്നെ പറയാൻ പറ്റും. അതായത് ദിസ് ഫ്രീ കോഴ്സ് ഈസ് ഓഫേർഡ് ബൈ സൈറ എന്ന് പറയുന്ന ഒരു ഹെഡിങ് അബ്സല്യൂട്ട്ലി നമ്മളുടെ ഡോക്യുമെൻറ്റ് ഫ്ലോയിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതായത് ഇതിന് പുറകിലുള്ള മീൻസ് ഈ ബാക്കിയുള്ള നമ്മുടെ ഈ പേജിൽ ബാക്കിയുള്ള പാരഗ്രാഫുമായിട്ടൊന്നും ഇതിന് യാതൊരുവിധ ബന്ധവുമില്ല. അതായത് ഈ ഒരു ഹെഡിങ് നിന്നിരുന്ന, ഞാൻ ഒന്നുകൂടെ പറയാം, ആ ഹെഡിങ് നിന്നിരുന്ന ആ ഒരു സ്പേസ് നമ്മൾ റിലേറ്റീവ് ഞാനിവിടെ ഒന്നുകൂടെ കാണിച്ചു തരാം, നിങ്ങൾ ഒന്നുകൂടെ വാച്ച് ചെയ്തോ ക്ലോസ്ലി. ഞാനിവിടെ റിലേറ്റീവ് കൊടുത്ത സമയത്ത് സേവ് ചെയ്ത് റിലേറ്റീവ് കൊടുത്ത സമയത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന 200 പിക്സൽ ടോപ്പ് എന്ന് പറയുന്ന ആ ഒരു ഇത് വർക്ക് ചെയ്തിട്ടുണ്ട്. ടോപ്പിൽ നിന്ന് 200 പിക്സൽ താഴേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു സ്പേസ്, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ഒരു സ്പേസ് അത് വിട്ടിട്ടുണ്ട്. ആ സ്പേസ് വിട്ടേക്കുന്നത് അത് ഓൾറെഡി ആ ഒരു എലമെൻറ്റ് അവിടെ നിന്ന് ആ സ്പേസിനെ അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ആ എലമെൻറ്റിനെ താഴേക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഒരു സൈസിനനുസരിച്ച് താഴേക്ക് കൊണ്ടുവന്നത്. എന്നാൽ നമ്മൾ റിലേറ്റീവ് അല്ല അബ്സല്യൂട്ട് കൊടുക്കുകയാണെങ്കിൽ അവിടെ ആ ഒരു സ്പേസ് ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ ഒരു ഹെഡിങ്, ഈ ഡോട്ട് ഹെഡിങ് എന്ന് പറയുന്ന ഈ ക്ലാസ് ഉള്ള ഈ ഒരു ഹെഡിങ് കംപ്ലീറ്റ്ലി നമ്മളുടെ ഡോക്യുമെൻറ്റ് ഫ്ലോയിൽ നിന്ന് എടുത്ത് മാറ്റി. അതായത് ഇതെന്ന് പറയുന്ന ഒരു പുതിയ സാധനമാണ്. ഇനി നമ്മൾ ഇതിന് എത്ര സൈസ് കൊടുക്കുന്നു അത് ബാക്കിയുള്ള മീൻസ് 200 പിക്സൽ കൊടുത്താലും, അതായത് ടോപ്പ് 200 പിക്സൽ അതുപോലെ ബോട്ടം 200 പിക്സൽ എന്നൊക്കെ കൊടുത്താലും ഒരു വ്യത്യാസമില്ല. മീൻസ് ആ ഒരു സാധനം നിങ്ങളുടെ ബാക്കിയുള്ള ആ പേജിൽ ബാക്കിയുള്ള ഹെഡിങ്ങുമായിട്ടോ പാരഗ്രാഫുമായിട്ടോ ഒന്നുമായിട്ടും യാതൊരു ബന്ധവുമില്ല. ഇത് കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആയിട്ട് നിങ്ങളുടെ ഡോക്യുമെൻറ്റ് ഫ്ലോയിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ സ്പേസ് അത് നേരത്തെ റിസൈഡ് ചെയ്തിരുന്ന ആ ഒരു സ്പേസിനെ അവിടെ നിന്ന് കംപ്ലീറ്റ്ലി മാറ്റിയതിന് ശേഷം അത് നേരെ താഴേക്ക് നമ്മൾ കൊടുത്തിരിക്കും. ഇപ്പോൾ 200 പിക്സൽ അല്ല 400 പിക്സൽ കൊടുത്ത് അതനുസരിച്ച് താഴേക്ക് വരും, 400 പിക്സലിലേക്ക് വർക്ക് ചെയ്യും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഡിഫറൻസ്. അബ്സല്യൂട്ട് റിലേറ്റീവ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ടോപ്പ് എന്ന് പറയുന്നത് ബോട്ടം എന്ന് പറയുന്നത് ഒരു 0 പിക്സൽ കൊടുത്ത് നോക്കാം. അതായത് ഈ ഒരു ഹെഡിങ്ങിൻ്റെ ടോപ്പ് ഞാൻ എടുത്ത് കളയുകയാണ്. ടോപ്പ് എടുത്ത് കളഞ്ഞതിന് ശേഷം ഞാനിവിടെ ബോട്ടം എന്ന് പറഞ്ഞിട്ടൊരു 0 പിക്സൽ കൊടുക്കുക. ബോട്ടം എന്ന് പറഞ്ഞാൽ താഴെ നിന്നാണ്, താഴെ നിന്ന് 0 പിക്സലിലേക്ക് വരുമ്പം ആ എലമെൻറ്റ് നേരെ താഴേക്കാണ് പോകേണ്ടത് അല്ലേ. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഞാനിവിടെ ബോട്ടം 0 പിക്സൽ എന്ന് കൊടുത്ത സമയത്ത് എലമെൻറ്റ് അവിടെ നിന്ന് മീൻസ് നമ്മൾ ഫോക്കസ് ചെയ്തിരുന്ന ആ ഒരു ഹെഡിങ് എന്ന് പറയുന്നത് നേരെ താഴേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഇത് 0 പിക്സൽ ആണോ ആക്ച്വലി? ഇതൊന്ന് ജസ്റ്റ് ആ പേജ് ഒന്ന് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് താഴേക്ക് പിന്നെയും സ്പേസ് കിടപ്പുണ്ടല്ലേ. അവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 0 പിക്സൽ ബോട്ടം കൊടുത്ത സമയത്ത് എന്താ സംഭവിച്ചത്, നമ്മളുടെ വ്യൂ പോർട്ടിൽ നിന്നാണ് അതിൻ്റെ ആ ഒരു 0 പിക്സലിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നമ്മളുടെ വ്യൂ പോർട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ കാണുന്ന ഈ ഒരു സ്ക്രീനാണ്. ഈ ഒരു സ്ക്രീനിൻ്റെ നമ്മളുടെ വ്യൂ പോർട്ടിനനുസരിച്ചാണത് ഇപ്പോൾ ബോട്ടം 0 പിക്സൽ അവിടെ സെറ്റായി വന്നിരിക്കുന്നത്. ബോട്ടം ഇപ്പോൾ ഞാൻ 10 പിക്സൽ കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മളുടെ വ്യൂ പോർട്ടിനനുസരിച്ചായിരിക്കും ആ വാല്യൂടെ വ്യത്യാസം വരുന്നത്. ഞാനിവിടെ ഒരു 50 പിക്സൽ കൊടുത്തു കഴിഞ്ഞാൽ അതനുസരിച്ച്, അതായത് വ്യൂ പോർട്ട് എന്താണോ ആ വ്യൂ പോർട്ടിൽ നിന്ന്, അതായത് ഇവിടം തൊട്ട് ഇവിടെ വരെ 50 പിക്സലാണ് വരുന്നത്. നമ്മളുടെ പേജിനെ അല്ല അത് നോക്കുന്നത്. ഓക്കെ, പേജ് വെച്ചിട്ടല്ല അത് കാൽക്കുലേറ്റ് ആവുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു കാര്യം ചെയ്യാം. അപ്പോൾ നമുക്ക് പേജ് വെച്ച് ചെയ്യണമെങ്കിൽ ഇപ്പം ഈ ഒരു അബ്സല്യൂട്ട് എന്ന് പറയുന്നത് അതിൻ്റെ പേരൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, അത് നമ്മളുടെ കറണ്ട് വ്യൂ പോർട്ടാണ്. അതായത് ഈ ഒരു വ്യൂ പോർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ബ്രൗസറിൻ്റെ ഈ ഒരു പേജാണ്. ഓക്കെ, ഞാൻ ഹെഡിങ് അല്ല, ഞാനിതിൻ്റെ നമ്മൾ ആദ്യം തന്നെ ക്ലാസ് എഴുതിയ സമയത്ത് കണ്ടെയ്നർ എന്ന് പറയുന്ന ഒരു ക്ലാസ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. കണ്ടെയ്നറിനകത്താണ് ഈ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും വരുന്നത്. അതായത് നമ്മുടെ പേരൻ്റ് കണ്ടെയ്നറാണ്. കറൻ്റ്ലി ഞാൻ കണ്ടെയ്നറിന് ഇവിടെ സ്റ്റൈലും കാര്യങ്ങളും ഒന്നും കൊടുത്തിട്ടില്ല. ഞാൻ ഈ കണ്ടെയ്നറിനൂടെ സ്റ്റൈലും കാര്യങ്ങളും കൊടുത്തു നോക്കാം. ആ കണ്ടെയ്നറിനെ കൂടെ എഡിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഡോട്ട് കണ്ടെയ്നറിനെ കോൾ ചെയ്തു. കണ്ടെയ്നറിനെ കോൾ ചെയ്തതിന് ശേഷം ഞാനിതിന് പൊസിഷൻ കൊടുക്കുകയാണ്. പൊസിഷൻ റിലേറ്റീവ് കൊടുക്കുകയാണ്. റിലേറ്റീവ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം എന്താ സംഭവിച്ചത് നോക്കിക്കുക, അത് അവിടുന്ന് ഡിസപ്പിയർ ആയിപ്പോയി അല്ലേ. അതായത് നമ്മുടെ കറണ്ട് വ്യൂ പോർട്ടിൽ നിന്ന് ഡിസപ്പിയർ ആയിപ്പോയി. അത് നേരെ നമ്മളുടെ എവിടേക്കാണ് പോയത്, നമ്മളുടെ പേജിൻ്റെ ലാസ്റ്റിലേക്ക് പോയത്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ പേരൻ്റ് ഡിവിൻ്റെ കണ്ടെയ്നർ എന്ന് പറയുന്നത്, അതായത് പേരൻ്റ് ഡിവായിട്ട് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് ക്ലാസ് കണ്ടെയ്നറാണ്. ഈ ക്ലാസ് കണ്ടെയ്നറിൻ്റെ ഇതിലേക്ക് അത് അഡ്ജസ്റ്റ് ആയി. അതായത് ക്ലാസ് കണ്ടെയ്നറിന് നമ്മൾ പൊസിഷൻ റിലേറ്റീവ് കൊടുത്ത സമയത്ത് ഇപ്പം ഈ ഒരു ബോട്ടം വർക്ക് ചെയ്യുന്നത് വ്യൂ പോർട്ടിലല്ല, ഈ ഒരു
കണ്ടെയ്നറിലാണ്. ഈ കണ്ടെയ്നർ ബേസ്, അതായത് ഇതിൻ്റെ പേരൻറ്റ് ഇപ്പോൾ കറൻ്റ്ലി ഇപ്പോൾ ഇതിൻ്റെ പേരൻ്റ് എന്ന് പറയുന്നത് കണ്ടെയ്നറാണ്, അതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് റിലേറ്റീവ് ആണ്. അങ്ങനെ റിലേറ്റീവ് ആക്കി കൊടുത്ത സമയത്ത് നേരെ നമ്മളുടെ ആ ഒരു പേജിൻ്റെ ഏറ്റവും താഴേക്ക് ആ ഒരു 50 പിക്സൽ ബോട്ടം കൊടുത്ത 50 പിക്സൽ വർക്കായി. അപ്പോൾ ഞാൻ ഈ ബോട്ടം ഒരു 0 പിക്സൽ കൊടുത്താലോ ഏറ്റവും താഴേക്ക് പോകും. 0 പിക്സൽ വിട്ടിട്ട് അതിന് ഏറ്റവും താഴേക്കായിരിക്കും അത് പോകുന്നത്. സ്ക്രോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഈ സ്ക്രോളിങ് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കോണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തത്. ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഡെഫിനറ്റ്ലി ചെറിയ രീതിയിൽ ഡൗട്ടും കാര്യങ്ങളും വരും. അതൊന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആകും ഡെഫിനറ്റ്ലി ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്നുള്ളത്. അപ്പോൾ നമ്മൾ പൊസിഷൻ റിലേറ്റീവ്, പൊസിഷൻ അബ്സല്യൂട്ട് ഒക്കെ പഠിച്ചു. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡെഫിനറ്റ്ലി ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് ഡൗട്ട് വരാം. അപ്പോൾ നമ്മൾ കൂടുതൽ ടാസ്കും കാര്യങ്ങളും ഒക്കെ ചെയ്ത് കൂടുതൽ ടാസ്കും കാര്യങ്ങളും ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഡൗട്ടൊക്കെ വരും. ആ ഡൗട്ട് ക്ലിയർ ചെയ്ത് പഠിക്കുമ്പം അത് ശരിയാകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനിയും നെക്സ്റ്റ് പഠിക്കാൻ പോകുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത് പൊസിഷൻ ഫിക്സ്ഡ് ആൻഡ് സ്റ്റിക്കി എന്ന് പറയുന്ന കോൺസെപ്റ്റാണ്. നമുക്കത് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ഹെഡിങ്ങിന് അബ്സല്യൂട്ട് വിട്ടതിന് ശേഷം, അബ്സല്യൂട്ട് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് മാറ്റിയതിന് ശേഷം ഞാനിവിടെ ഫിക്സ്ഡ് എന്ന് പറയുന്നത് കൊടുത്തു നോക്കാം. FIXED ഫിക്സ്ഡ് കൊടുത്ത സമയത്ത് ഈ ഒരു സംഭവം നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവും. ഞാൻ ബോട്ടം 0 പിക്സലാണ് കൊടുത്തിരിക്കുന്നത്. ബോട്ടം എടുത്ത് കളയുകയാണ്. അപ്പോൾ ഏറ്റവും മുകളിലേക്ക് അത് പോയിട്ടുണ്ട് അല്ലേ. അപ്പോൾ മുകളിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ ഫിക്സ്ഡ് എന്ന് പറയുന്ന പൊസിഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഫിക്സ്ഡ് കൊടുത്ത സമയത്ത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ട് ഞാനിവിടെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് കണ്ടില്ലേ, ആ ഒരു എലമെൻ്റ് അവിടെ ഫിക്സ്ഡ് ആയിട്ടാണ് നിൽക്കുന്നത്. വലിയ മാറ്റങ്ങളൊന്നുമില്ല, കണ്ടില്ലേ. ഞാൻ സ്ക്രോൾ ചെയ്യുമ്പോൾ ആ എലമെൻ്റ് അവിടെ ഫിക്സ്ഡ് ആയിട്ട്, ആ സ്ക്രീനിൽ അവിടെ ഫിക്സ്ഡ് ആയിട്ടാണ് നിൽക്കുന്നത്. ബാക്കിയുള്ള എലമെൻറ്റ്സ് എല്ലാം, ഫിക്സ്ഡ് അല്ലാത്ത എലമെൻറ്റ്സ് എല്ലാം, റിലേറ്റീവ് കൊടുത്തിരിക്കുന്ന എലമെൻറ്റ്സ് അല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാ എലമെൻറ്റ്സും നേരെ അതിനടിയിൽ കൂടി ഇങ്ങനെ പോകുന്നു. സ്ക്രോൾ ചെയ്യുന്ന ഒരു എഫക്റ്റ് വരും. നമ്മൾ കൂടുതലും ഇത് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാവിഗേഷൻ ബാറൊക്കെ യൂസ് ചെയ്യുമ്പോഴാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. അതായത് ഈ ഫിക്സ്ഡ് കൊടുത്ത സമയത്ത് ബാക്കിയുള്ള എലമെൻറ്റ്സ്, അതായത് അതിൻ്റെ തൊട്ട് താഴെയുള്ള എലമെൻറ്റ്സ് എല്ലാം അതിൻ്റെ മുകളിലേക്ക് കയറിപ്പോയി അല്ലേ. അതായത് ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ആ ലോറൈപ്സ് എന്ന് പറയുന്ന ഈ ലോറൈപ്സ് എന്ന് പറയുന്ന ഈ ഒരു പാരഗ്രാഫ് ഇതിനടിയിലൂടെ മുകളിലേക്ക് കാണുന്നുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്കുള്ള നെക്സ്റ്റ് ഒരു പ്രോപ്പർട്ടിയാണ് ഫിക്സ്ഡ് അല്ല സ്റ്റിക്കി എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഫിക്സ്ഡ് മനസ്സിലായെന്ന് കരുതുന്നു. സ്റ്റിക്കി എന്ന് പറയുന്ന കോൺസെപ്റ്റ്. സ്റ്റിക്കി കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിച്ചിരിക്കുന്നത്, ഒരിക്കലും ഇനി ഈ എലമെൻറ്റ്, അതായത് ഈ ലോറൈപ്സ് എന്ന് പറയുന്ന ഈ ഒരു എലമെൻറ്റും ഇതിൻ്റെ മുകളിലേക്ക് പോകില്ല. നമുക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ കണ്ടില്ലേ, അതവിടെ സ്റ്റിക്കി ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ബാക്കിയുള്ള എലമെൻറ്റ്സ് എല്ലാം താഴേക്കാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പൊസിഷൻ ഫിക്സ്ഡ് ആൻഡ് പൊസിഷൻ സ്റ്റിക്കി എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഞാൻ ഇവിടെ ടോപ്പ് എന്ന് പറയുന്നത് ഒരു 0 പിക്സൽ കൊടുത്ത് നോക്കാം. അതായത് ടോപ്പിലെ ഇതെന്ന് പറയുന്നത് 0 പിക്സൽ കൊടുത്തു. അപ്പോൾ ഇപ്പോൾ കണ്ടില്ലേ, ടോപ്പ് 0 കൊടുത്ത സമയത്ത് ഞാൻ സ്ക്രോൾ ചെയ്യുമ്പോൾ ആ എലമെൻറ്റ്, ആ സ്റ്റിക്കി ആയിട്ട് ആ എലമെൻറ്റ് അവിടെ നിൽക്കുന്നുണ്ട്. ബാക്കിയുള്ള എലമെൻറ്റ്സ് എല്ലാം സ്ക്രോൾ ചെയ്ത് അതിൻ്റെ അടിയിൽ കൂടെ പോകുന്നുണ്ട്. അപ്പം സ്റ്റിക്കിയും അതുപോലെ തന്നെ ഫിക്സ്ഡ് തമ്മിലുള്ള ഡിഫറൻസ് ഇതാണ്. ഫിക്സ്ഡ് കൊടുത്തു കഴിഞ്ഞാൽ, ഇവിടെ ഞാൻ ഫിക്സ്ഡ് ആണ് ഇവിടെ കൊടുക്കുന്നതെങ്കിൽ, FIXED ഫിക്സ്ഡ് ആണ് കൊടുക്കുന്നതെങ്കിൽ അവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എലമെൻറ്റ്സ് ബാക്കിയുള്ള സ്ക്രോൾ ചെയ്ത് വരുന്ന ബാക്കിയുള്ള പാരഗ്രാഫ് എലമെൻറ്റ്സും ഒക്കെ അതിനടിയിൽ കൂടെ മുകളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതലും നാവിഗേഷൻ ബാറൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫിക്സ്ഡ് എന്ന് പറയുന്ന സ്റ്റിക്കി എന്ന് പറയുന്ന കോൺസെപ്റ്റാണ്. സ്റ്റിക്കി ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സ്റ്റിക്കി ആയിട്ട് അവിടെ നിൽക്കും. ഒരു കാരണവശാലും അതിൻ്റെ മുകളിലേക്ക് ആ ബാക്കിയുള്ള കാര്യങ്ങൾ പോകത്തില്ല. കണ്ടില്ലേ, നമുക്കത് കാണാൻ പറ്റത്തില്ല. മീൻസ് ഈ ഒരു എലമെൻറ്റ് മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത്, മീൻസ് താഴെയുള്ള പാരഗ്രാഫും കാര്യങ്ങളൊക്കെ മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ അത് അതിൻ്റെ അടിയിലൂടെ, നമ്മൾ ഈ ഒരു സ്റ്റിക്കി കൊടുത്തിരിക്കുന്ന ഹെഡിങ്ങിന് അടിയിലൂടെ ആയിരിക്കും അത് പോകുന്നത്. അപ്പോൾ നിങ്ങളിത് ഡെഫിനറ്റ്ലി ചെയ്ത് നോക്കുക. ഡിഫറൻറ്റ് കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ നമ്മളിത് കൂടുതലും യൂസ് ചെയ്യുന്നത് ഈ ഹീറോ സെക്ഷൻ ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ ഈ ഒരു സ്റ്റിക്കി എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഒരു ക്ലാസ്സിൽ നമുക്ക് ഡെഫിനറ്റ്ലി പ്രൊജക്റ്റിൻ്റെ സമയത്ത്, ഇപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റും കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഈ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റും കാര്യങ്ങളും അല്ലാതെ ഇതിന് ശേഷം നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്യും. ആ പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ നമുക്ക് വരുവാണെങ്കിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ ആ ടൈമിൽ ഞാൻ ഹീറോ സെക്ഷൻ ഈ സ്റ്റിക്കിയൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു കാര്യങ്ങളിൽ ഡൗട്ടും ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ ചാനലുണ്ട്. ഈ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിലായിട്ട് നമ്മൾ ടെലഗ്രാമിൻ്റെ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിൽ ചോദിക്കുക.